നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര വാഹനം യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്. ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലൊഴിക്കുന്ന ടാങ്കാണ്. ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്. താഴെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സും കാണാം. ചില സ്ഥലങ്ങളിൽ സ്റ്റിയറിംഗ് മോട്ടർ എന്നും പറയും, പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് എന്നും പറയും. നമുക്ക് വിഷയത്തിലോട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് കംപ്ലൈൻ്റ് ആവുന്ന സാഹചര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അന്ന് പല വാഹന ഉടമകളും ചോദിച്ചൊരു ചോദ്യം, ഇതെങ്ങനെ കംപ്ലൈൻറ്റ് വരും, ഇതിന് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ മറ്റു പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ, മറ്റു മെക്കാനിക്കൽ സ്പെയറുകൾക്ക് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഇത് പീരിയോഡിക്കലായിട്ട് മാറാത്ത പക്ഷം ഇതിലോട്ട് വരുന്ന ലൈനുകൾ, അതായത് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈനുകൾ, ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഈ ലൈനുകൾ, ഈ പമ്പിലോട്ട് വരുന്ന ലൈനുകൾ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോക്സിലോട്ട് പോകുന്ന ലൈനുകൾ, ഇതെല്ലാം കാലക്രമേണ ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതൊരു വശം. രണ്ടാമത്തൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇതുപോലെ കമ്പിപ്പാര ഈ ബെൽറ്റ് മാറുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഓവർ ടൈറ്റ് കൊടുക്കും. ഈ ബെൽറ്റൊക്കെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബെൽറ്റ് മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിൽ ബെൽറ്റ് റീടൈറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഇതുപോലെ കമ്പിപ്പാര ഇങ്ങനെ ഉള്ളിലോട്ട്, അതായത് ഈ കാണുന്ന സ്ഥലത്തും ഇവിടെയും ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചൊക്കെ ഓവർ ടൈറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്തും ഇത് പമ്പ് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പമ്പ് തകരാറ് വരുന്നത് മാത്രമല്ല, മെയിൻ പുള്ളിയുടെ ബെയറിംഗ് അടിച്ചു പോകാനും അതുപോലെ തന്നെ വാട്ടർ പമ്പ് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെ കമ്പിപ്പാര ഇങ്ങനെ ഇറക്കി ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, കമ്പിപ്പാര ഇറക്കി ടൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഈ ബെൽറ്റിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോകും. ബെൽറ്റിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോകുന്ന സമയത്തുള്ള പ്രശ്നമെന്ന് പറയുന്നത്, വാഹനം ഓടുന്ന സമയത്ത് ഒരു അസ്വസ്ഥതയായിരിക്കും. ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കുവാനോ അല്ലെങ്കിൽ ഈ ബെയറിങ്, പമ്പിൻ്റെ ബെയറിങ്ങോ, അതുകൂടാതെ തന്നെ പമ്പിൻ്റെ മെയിൻ പുള്ളി ഇളകി വരുവാനോ, അതുകൂടാതെ പിന്നെ ഈ പറയുന്ന ഓൾട്ടർനേറ്ററിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് വരുവാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതിപ്പോൾ AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്താൽ കൂടി, AC പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റും കൂടെ ചിലർ ടൈറ്റ് ചെയ്യാറുണ്ട്. ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇവരാരും ശ്രദ്ധിക്കാറില്ല. നമുക്കിത് ഇതിൽ അഡ്ജസ്റ്ററുണ്ട്. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബെൽറ്റിൻ്റെ ആ ഒരു നീളം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ അഡ്ജസ്റ്റർ ഉണ്ടെങ്കിൽ കൂടിയും പലരും ഈ കമ്പിപ്പാര ഇറക്കി തന്നെ ഏകദേശം പേരും ടൈറ്റ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഈ ഓവറായിട്ട് വലിച്ചു പിടിച്ച്, അതായത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ ടൈറ്റ് ചെയ്യാറുണ്ട്. ഈ വലിച്ചു പിടിച്ചൊക്കെ അത് 2 പേരൊക്കെ ആയിരിക്കും ടൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾ ടൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേര് ടൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരാളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരാളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ടൈറ്റ് ചെയ്യുന്നതിലല്ല ഇരിക്കുന്നത്, ഈ ഓവറായിട്ട് വലിച്ചു പിടിക്കുന്ന സമയത്ത് ആ ബെൽറ്റിൻ്റെ ആ കാര്യം നോക്കണം. ചിലപ്പം ഇതുപോലത്തെ ഒറിജിനൽ ബെൽറ്റ് ആയിരിക്കില്ല വരുന്നത്, ബെൽറ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ബെൽറ്റ് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആകുമ്പോൾ അത് ഇതുപോലെ ഫ്ലെക്സിബിളായിട്ട് വലിഞ്ഞ് വരത്തില്ല, അത് ഹാർഡായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ഈ ഹാർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ വലിച്ചു പിടിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ മെയിൻ പുള്ളി എന്ന് പറയുന്നത്, ഇവിടെ ഒരു പുള്ളി വരുന്നുണ്ട്, താഴെ ഒരു പുള്ളി വരുന്നുണ്ട്, ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കംപ്രസറിൻ്റെ പുള്ളിയും വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൻ്റെ പുള്ളി കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യമെന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ഓയിൽ മാറാത്ത പക്ഷവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധക്കുറവുമാണ് ഇതിൻ്റെ പുള്ളി കംപ്ലൈൻറ്റ് വരുവാനും പിന്നെ തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഓയിൽ മാറാത്ത പക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ശരിക്ക് സർക്കുലേഷൻ നടക്കില്ല. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എൻജിൻ്റെ ഓയിൽ പോലും സ്റ്റാർട്ട് ചെയ്തൊരു അല്പം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്രാങ്ക് കേസിലോട്ട് എത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് ഓയിലാണെങ്കിൽ ക്ലച്ച് ഓയിലാണെങ്കിലും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രമാണ് ഇതെല്ലാം വർക്കാവുന്നത്. അതേസമയം ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലെന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഇത് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പമ്പ് കറങ്ങുന്നത് കൊണ്ട്, അതായത് പമ്പ് എല്ലാം വർക്കാവുന്നത് കൊണ്ട് ഇതെല്ലാം ഓയിലിൻ്റെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്നതിനനുസരിച്ച് ഇത് വർക്കാവും. ചില വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ
ടാങ്കിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ടാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഓയിൽ തിളച്ച് മുകളിലോട്ട് പൊങ്ങുന്നത്. അത് ഓയിൽ തിളച്ച് പൊങ്ങുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, തിളച്ച് പൊങ്ങുന്നതല്ല, അത് ഓയിൽ മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിൽറ്റർ, ഇതിൻ്റെ അകത്തൊരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്റർ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. കാര്യം ആ സർക്കുലേഷൻ നടക്കാനായിട്ടുള്ള ഒരു സാവകാശമോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലമോ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫിൽറ്റർ അടയുന്ന സമയത്ത്, ഇതിൻ്റെ ഉള്ളിലെ ഫിൽറ്റർ അടയുന്ന സമയത്ത് അത് മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇനി വലിയ കാര്യം അറിഞ്ഞിരിക്കണം, വലിയതായിട്ട് എല്ലാവരും സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ്. ഇനി മഴക്കാലമാണ് വരുന്നത്. ഇപ്പോൾ മെയ് മാസമാണ്, ഇനി മഴക്കാലമാണ് വരുന്നത്. ഈ മഴക്കാലത്ത് ഇപ്പം പല സ്ഥലങ്ങളിലും മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. ഈ തവേര വാഹനം യൂസ് ചെയ്യുന്ന പലരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു 3-4 വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എന്നാലും ഇപ്പോഴും പലരും വിളിച്ച് പറയുന്നത് എൻ്റെ വാഹനം മഴയത്ത് ഓടുന്ന സമയത്ത് സ്റ്റിയറിങ് ടൈറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒന്ന് ഫെൻഡർ സ്കർട്ട്, ഈ കാണുന്ന ഫെൻഡർ സ്കർട്ട്, അതുപോലെ തന്നെ ഈ അടിയിലത്തെ സേഫ്റ്റി കവർ. അടിയിലൊരു സേഫ്റ്റി കവർ വരുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഈ സേഫ്റ്റി കവർ ഇല്ലാത്ത വാഹനത്തിനും ഈ ഫെൻഡർ സ്കർട്ട് ഇല്ലാത്ത വാഹനത്തിനുമാണ് കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഈ സ്റ്റിയറിങ് ടൈറ്റ് ആവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന് ബെൽറ്റ് വലിഞ്ഞു കഴിഞ്ഞാൽ, പീരിയോഡിക്കലായിട്ട് ബെൽറ്റിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ ബെൽറ്റ് വലിഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ പുള്ളിയിൽ ഇത് പിടിക്കത്തില്ല. പവർ സ്റ്റിയറിങ്ങിൻ്റെ പുള്ളിയിൽ ഇത് പിടിക്കാതെ വരികയും പിന്നെ സ്റ്റിയറിങ് ടൈറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഓയിലിൻ്റെ സർക്കുലേഷൻ ക്ലിയർ അല്ലാത്ത പക്ഷം, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലിൻ്റെ സർക്കുലേഷൻ ക്ലിയർ അല്ലാത്ത പക്ഷവും ഈ മെയിൻ പുള്ളിയുടെ ഭാഗത്ത് ഈ പമ്പിലോട്ട് ഓയിൽ എത്താതെ വരികയും, അതുപോലെ തന്നെ മറ്റ് ഭാഗത്തോട്ടും സ്റ്റിയറിംഗ് ബോക്സിലോട്ടും മറ്റ് ഭാഗത്തോട്ടും ആ സർക്കുലേഷൻ ക്ലിയർ അല്ലാതെ വരുമ്പോഴും ഈ സ്റ്റിയറിങ് ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാര്യം എന്തെന്ന് അറിയില്ലാതെ പലരും അതിൻ്റെ കംപ്ലയിൻ്റ് എന്തെന്ന് മനസ്സിലാക്കാതെ ഈ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിനെയും സ്റ്റിയറിംഗ് ബോക്സിനെയൊക്കെ വലിച്ചഴിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ആദ്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ എത്ര കിലോമീറ്ററിലാണ് നിങ്ങൾ മാറിയതെന്നുള്ളൊരു കാര്യം എഴുതിയിട്ടിരിക്കണം. നിങ്ങളിപ്പോൾ ഓയിൽ മാറി 10,000 കിലോമീറ്ററിൽ കറക്റ്റ് ഓയിൽ, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലും ക്ലച്ച് ഓയിലും ബ്രേക്ക് ഓയിലും അതുപോലെ തന്നെ കൂളൻറ്റും നിങ്ങൾക്ക് എഴുതി കിട്ടൂടാ? അപ്പോൾ ഇതൊക്കെ പീരിയോഡിക്കലായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ, നിങ്ങളുടെ വാഹനത്തിൽ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഇന്നല്ല നാളെ ആണെങ്കിലും ഉണ്ടാവുള്ളൂ. എത്രത്തോളം നമ്മൾ വാഹനത്തിനെ കെയർ ചെയ്യൂ അത്രത്തോളം ആ വാഹനത്തിൻ്റെ മറ്റ് എൻജിൻ പാർട്സുകളും മറ്റ് മെക്കാനിക്കൽ പാർട്സിൻ്റെയും ലൈഫ് കൂടുതൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓരോ 6 മാസം കൂടുന്തോറും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം, ഇലക്ട്രിക്കൽ ചെക്കപ്പും ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ, ഓടുന്ന വാഹനമാണെങ്കിലും ഓടാത്ത വാഹനമാണെങ്കിലും ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒട്ടുമിക്ക പേരും, ഏകദേശം ഒരു 90% പേരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് 100% എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൽ നിന്ന് ഈ ബെൽറ്റ് ചാടിപ്പോകാനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ അളവറിയാതെ പലരും ബെൽറ്റ് മാറിയിടാറുണ്ട്. ഈ ബെൽറ്റ് മാറിയിടുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും മനസ്സിലാക്കണം. ബെൽറ്റിൻ്റെ അളവിനെക്കുറിച്ചും മറ്റ് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചെല്ലാം മുൻകാലങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനി എടുത്തു പറഞ്ഞ് വീണ്ടും വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കംപ്ലൈൻ്റ് ആവാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. പീരിയോഡിക്കലായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കമ്പിപ്പാര ഇറക്കി ടൈറ്റ് ചെയ്യുന്നത്, ഇതുപോലെ കമ്പിപ്പാര ഇറക്കി ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റിന് പ്രശ്നം വന്നിട്ട് ഈ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഓവലായിട്ട് ഇത് പുള്ളി അടിച്ചു പോകാനും അതിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് വരാനും ചിലപ്പോൾ ഈ പുള്ളി ഊരിപ്പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ വാട്ടർ പമ്പ് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരെയും അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.